ഭാരതത്തിലെ ഹിന്ദുക്കളോട് നിങ്ങൾ ബ്രിട്ടീഷുകാരോട് പോരാടി നിങ്ങളുടെ ആരോഗ്യം വേസ്റ്റ് ആക്കാതിരിക്കൂ എന്ന് പറഞ്ഞ സംഘടന, നിങ്ങൾ മുസ്ലിങ്ങളെ ആക്രമിക്കൂ, നിങ്ങൾ ക്രിസ്ത്യാനികളെ ആക്രമിക്കൂ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കൂ എന്ന് ഭാരതത്തിലെ ഹിന്ദുക്കളോട് പറഞ്ഞ സംഘടന, ഈ സംഘടന എങ്ങനെ മതേതര സംഘടനയാകും? ഈ സംഘടനയുടെ പാട്ട് എങ്ങനെ മതേതരമാകും? ഇത് മാത്രമല്ല കേട്ടോ, ജർമ്മനിയിൽ ഹിറ്റ്ലർ എങ്ങനെയാണോ അവിടുത്തെ ജൂതന്മാരെ ഇഞ്ചിഞ്ചായി കൊന്നത്, അതുപോലെ നമ്മൾ ഭാരതീയരായ ഹിന്ദുക്കളും ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങളെ ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞ സംഘടന, അവരെങ്ങനെ മതേതര സംഘടനയാവും? അവരുടെ ഗീതം എങ്ങനെ മതേതര ഗീതമാകും? ഇന്ത്യ ഒരുപാട് പോരാട്ടങ്ങൾ കണ്ടതല്ലേ. നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി, നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടി, സ്ത്രീകളുടെ ശക്തിക്ക് വേണ്ടി പോരാടി, ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി, പട്ടിണിക്കെതിരെ പോരാടി, തൊഴിലിന് വേണ്ടി പോരാടി. ഈ പോരാട്ടങ്ങളിൽ എവിടെയും ഈ സംഘടന ഇല്ലായിരുന്നു കേട്ടോ, ഈ സംഘടനയുടെ ഗീതവുമില്ലായിരുന്നു. നമ്മൾ എവിടെയും കേട്ടില്ല ഈ പാട്ട്. എന്നാൽ ഓൺ ദ അതർ സൈഡ് ഈ നാട്ടിൽ ഒരുപാട് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, രക്തരൂക്ഷിതമായ കലാപങ്ങൾ. ആൾക്കാരെ അടിച്ചടിച്ചും വെട്ടിയും പത്തി കത്തിച്ചും കൊന്ന് സ്ത്രീകളെപ്പോലും ആക്രമിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും ദയാരഹിതമായി കുത്തിക്കൊല്ലുന്ന കലാപങ്ങൾ. ആ കലാപങ്ങളിൽ എല്ലാം നമ്മൾ ഈ സംഘടനയെ കണ്ടു കേട്ടോ, ആ പാട്ട് നമ്മൾ കേട്ടു കേട്ടോ. എനിക്ക് ആ കുഞ്ഞുങ്ങളോട്, ഇന്നലെ ആ പാട്ട് പാടിയ കുഞ്ഞുങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ പഠിക്കണം ചരിത്രം. ഒരുപാട് കള്ളങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാം. നിങ്ങൾ വീട്ടിൽ പോയി കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ ചെയ്ത് നോക്കണം, ഈ സംഘടനയ്ക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ? ഈ സംഘടനയ്ക്ക് ഇന്ത്യയുടെ വളർച്ചയിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. 100 കണക്കിന് സംഘടനകൾ നിങ്ങൾക്ക് അവിടെ കിട്ടും കേട്ടോ, ഇന്ത്യയെ സഹായിച്ച സംഘടനകൾ. പക്ഷേ ഈ സംഘടനയുടെ പേര് എവിടെയും നിങ്ങൾ കണ്ടില്ല. ഭാരതവും ഭാരതത്തിൻ്റെ വളർച്ചയുമായിട്ട് ഈ സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ചുരുക്കം പറഞ്ഞാൽ, ഒരു നല്ല ഭാരതീയനാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ സംഘടനയുടെ ഭാഗമാകാൻ കഴിയില്ല. ഒരു നല്ല ഭാരതീയനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ സംഘടനയുടെ പാട്ട് പാടില്ല. താങ്ക് യു.